ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ആ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലാന്ന്. അപ്പം പിന്നെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഞാനും മക്കളും കൂടിയിട്ട് യൂട്യൂബ് കാണുമ്പോൾ അതിൽ പൊതിച്ചോറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ മക്കൾ പറഞ്ഞ് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോന്ന്. അപ്പോൾ എനക്കും നല്ലൊരു കൊതി തോന്നിന് കേട്ടോ ആ പൊതിച്ചോറ് കണ്ടപ്പോൾ. അപ്പോൾ ഏതായാലും പത്തിലിടാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പത്തിലിട്ട് മീൻ കറിയും വെക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. അപ്പം വിചാരിച്ച് ഏതായാലും പൊതിച്ചോറിന് ഏതായാലും കുട്ടികളും പറഞ്ഞ് പിന്നെ എനിക്ക് നല്ല ഒരു കൊതി തോന്നിയിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ഹസ്ബൻഡ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ മീനെല്ലാം അയിലയാന്ന് കിട്ടീന്. വലിയ അയില കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് ചെറിയ അയില വാങ്ങിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ ആ പൊതിച്ചോറിൽ പയർ വറവും പിന്നെ മുട്ടാംപ്ലേറ്റും അയില പൊരിച്ചതെല്ലാം കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും അതേപോലെ തന്നെ ഉണ്ടാക്കാം. ഏതായാലും അയില കിട്ടിയല്ലോ, അപ്പോൾ ഏതായാലും അതേപോലെ തന്നെ ഉണ്ടാക്കാം. പയറും കിട്ടിയിട്ടുണ്ടതിന്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ വിചാരിച്ചതാണ് രാത്രിയാകുമ്പോൾ പത്തിലും മീൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഏതായാലും മീൻ പൊരിക്കാൻ നിന്നപ്പോൾ ബീഫിൻ്റെ കറി കുറച്ച് ബാക്കിയുണ്ടായിന് കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഏതായാലും കറി വെക്കണ്ട, ആ കറി മതിയാവും. അപ്പോൾ അതും കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അതിൽ ഏകദേശം അതിലില്ലതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. ഈ പൊതിച്ചോറിന് നമുക്ക് പിന്നെ പൊതിഞ്ഞെടുത്തിട്ട് കുറച്ച് ടൈമെല്ലാം വെക്കണോ അല്ലേ. അപ്പോൾ എന്തായാലും ആ ടൈമൊന്നും വെക്കാൻ കഴിയില്ല. കുറച്ച് ഏകദേശം ഒരു മണിക്കൂറെല്ലാം വെക്കുന്നതല്ലാണ്ട് കുറേ ടൈമൊന്നും വെക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ വൈകുന്നേരം ആയില്ലേ. അപ്പം ഇതുണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ സമയം എടുക്കും. അപ്പോൾ കുറേ ടൈമൊന്നും വെക്കാൻ കഴിയില്ല കേട്ടോ. കുറച്ച് സമയം നമുക്ക് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പരക്കുന്ന ഇതേപോലെ പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ത്രില്ലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയിട്ട് അങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണമെന്ന്. ഇതെന്തോ യൂട്യൂബിൽ കുട്ടികൾ കണ്ടപ്പം പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വരയിട്ട് കൊടുക്കാം. മുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്കിയിട്ട് അതിന് വെന്ത് കിട്ടിയേ വേണ്ടു. അപ്പോൾ ഇതാ മീനെല്ലാം ഒന്ന് വരയിട്ട് കൊടുക്കാം. ഈ മഴയത്ത് നമുക്ക് എന്തെല്ലോ ആഗ്രഹങ്ങളായിരിക്കും അല്ലേ. മഴയത്ത് നമുക്ക് എന്തെല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ഈ മഴ ഉണ്ടാകുമ്പോൾ എന്തെല്ലോ കഴിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ആ മഴയത്തെല്ലാം ആ കഴിക്കാൻ തോന്നുന്നത് ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പം ഓരോരോ ടൈമിൽ ആ മഴ പെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെല്ലോ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതാ മീനെല്ലാം വരയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരോ ഇഷ്ടങ്ങൾ തോന്നുന്നതിന് സമയമൊന്നുമില്ല അല്ലേ. ഇപ്പം പൊതിച്ചോറ് സാധാരണ ഉച്ച ടൈമിലാണ് കഴിക്കല്. പക്ഷേ നമുക്കിത് വൈകുന്നേരമാണ് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിന്. അപ്പം നമുക്കങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ തോന്നിയാൽ പിന്നെ നമുക്ക് അതിന് ടൈമോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് മീനെല്ലാം നല്ലോണം ഒന്ന് മുളക് ഇറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് ഇങ്ങനെ ടൈറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ലൂസായിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് പകരം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ആ ഒരു നല്ലൊരു മസാല ആ മീനിലെല്ലാം നല്ലോണം ഒന്ന് പിടിച്ചെടുക്കും. അപ്പോൾ ഇതാ പിന്നെ ഞാൻ പയറിടെ മുറിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കട്ട് ചെയ്ത് വെക്കാനോ അങ്ങനെ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിട്ടാ കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ പത്തിലിന് അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഹസ്ബൻഡിനോട് മീൻ കൊണ്ടുവന്നിട്ട് മീൻ കറി വെക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ
പിന്നെ ഇന്ന് ഹസ്ബൻഡ് നേരത്തെ വന്നിട്ടുണ്ടായിന് കേട്ടോ. ഏകദേശം ഒരു 5 മണി ആ ടൈം ആകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ആ പറയുന്ന സമയം വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് പയർ വേണമെന്നെല്ലാം പറഞ്ഞപ്പോൾ അപ്പം വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കാനൊന്നും സമയം ഉണ്ടായിട്ടാ കേട്ടോ. അപ്പോൾ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന് കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് സമയം നമുക്ക് പൊതിഞ്ഞിട്ട് വെക്കണ്ടേ, കുറച്ചൊരു മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് പൊതിഞ്ഞിട്ട് വെക്കണ്ട. അതുകൊണ്ട് നല്ലൊരു ടെൻഷൻ ഉണ്ടായിന്. ആ സമയമാകുമ്പോഴത്തേക്ക് ആവോ, നല്ലോണം വൈകി പോവുമോ, കുട്ടികളൊക്കെ ഉറങ്ങുമോ നല്ല പേടിയുണ്ടായിന് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ പയറെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പയറിൻ്റെ 2 സൈഡും കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ആദ്യം ഒന്ന് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കോട്ടെ, എന്നിട്ടാണ് കട്ട് ചെയ്യൽ. ചെറിയ ആൾ കയ്യോട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കയ്യോട് ഇങ്ങനെ നുള്ളിയിട്ട് ഇടുന്നതാണ് കേട്ടോ. നല്ലൊരു സൗണ്ടും ആയിരിക്കും അത് ചെയ്യുമ്പോൾ, പിന്നെ നല്ല രസമായിരിക്കും കേട്ടോ. പക്ഷെ എനക്കൊന്നും അങ്ങനെ ആവില്ല. എനിക്ക് ഒന്നിക്കിൽ ഞാനിങ്ങനെ കത്തിയോട് വെച്ചിട്ട് മുറിക്കും, ഇല്ലെങ്കിൽ കൈയോട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കത്രികയോട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ പയർ ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിലെന്തെങ്കിലും വിഷാംശമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് പയർ ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പച്ചക്കറി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചുകൂടാന്ന് കേട്ടോ പറയുന്നത്. അതിൻ്റെ പിന്നെ എല്ലാം പിന്നെ വിറ്റാമിനും അതെല്ലാം പോയി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ചീരയിലാണെങ്കിൽ ഞാൻ പിന്നെ മുതുമനോടെ തന്നെ വെള്ളത്തിലിട്ട് വെക്കലാന്ന്. പക്ഷേ പയർ ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം ടൈമൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് വേഗം അത്ര പോലെ സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ ആ സമയം ഞാൻ ആ പാത്രമെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിന്. ആ മുമ്പിൽ കുറച്ച് കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിന്. അതും വൃത്തിയാക്കിയിട്ട് പിന്നെ ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വാർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പം ആ ഒരു വൃത്തിയാക്കി എടുത്താൽ അത്ര പണിയാണല്ലോ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് തേങ്ങ പൊട്ടിക്കുന്ന ആ സമയം തന്നെ ഓൻ ആ സൗണ്ട് കേട്ടാൽ പാന് വരും കേട്ടോ. ഞാൻ വിളിക്കൊന്നും വേണ്ട, ആ തേങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ ഓൻ വന്നോളൂ കേട്ടോ, ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടിക്കുന്ന സമയം തന്നെ എൻ്റെ വന്ന് ഫുള്ളായിട്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ വെള്ളം, ബാക്കിയെല്ലാം മറിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിങ്ങനെ വായിക്ക് വെച്ചു കൊടുത്തതാണ് പാന് വന്നപ്പോൾ. അപ്പോൾ പയർ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ബീഫ് കറി ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി കേട്ടോ. കറിയായിട്ടില്ല, ഇങ്ങനെ കുറച്ച് കറിയായിട്ടേ ഇല്ലു കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഗ്രേവി മാത്രമേ ഇല്ലൂ. അത് മതിയാവും എന്ന് പറഞ്ഞിട്ട് ഇനി കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലല്ലോ. പിന്നെ മീൻ കിട്ടിയത് പൊരിക്കുകയും ചെയ്ത് പിന്നെ അത് മതിയാവും എന്ന് വെച്ചിട്ട് അതുണ്ടാക്കിയതാണ്. അപ്പോൾ മീനെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ആ മീൻ പൊരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് മുട്ടാമ്പ്ലേറ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് അവിടെ കലക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്രൈ സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഞാനിത് പകുതിയെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. 2 എണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. 2 എണ്ണമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് 4 ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തങ്ങനെ നല്ല വാഴൻ്റെ ഇലയൊന്നുമില്ല കേട്ടോ, നോക്കിയിട്ട് പറിക്കണം. അപ്പോൾ കുരുമുളക് ഞാൻ ഇപ്പം പൊടിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അത് അളവിലേക്ക് മാറ്റി കൊടുക്കണം അത്രേ. ഞാനിങ്ങനെ കുരുമുളക് വാങ്ങിച്ചിട്ട് പൊടിക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാറില്ല. പാക്കറ്റിന് ഭയങ്കര എരിവ് കുറവും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ തൂക്കിയിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ പൊടിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ മുട്ടാമ്പ്ലേറ്റെല്ലാം ആകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ മുട്ടാമ്പ്ലേറ്റ് ആക്കുമ്പോൾ തീരെ ശവം കിട്ടില്ല കേട്ടോ. അതിങ്ങനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഇങ്ങനെ പിന്നെ കയ്യിലോട്ട് ഇങ്ങനെ തിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഇങ്ങനെ അധികം എൻ്റെ കയ്യിൽ നിന്ന് അധികം മുട്ടാമ്പ്ലേറ്റ് പിന്നെ പൊട്ടിപ്പോകല്ല കേട്ടോ. ഹസ്ബൻഡിന് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ മുട്ടാമ്പ്ലേറ്റ് ഉണ്ടാക്കാൻ. നല്ല ഇങ്ങനെ
ഫ്രൈ സ്പൂൺ പൊന്തിച്ചിട്ടെല്ലാം തിരിച്ചിടും. അപ്പം ഞാൻ പിന്നെ ഈ രണ്ടെണ്ണ അങ്ങനെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ വന്നിട്ടാ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതാ അതും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രാത്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പിന്നെ കുട്ടികൾ കഴിക്കുമോ അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഈ പൊതിച്ചോറ്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത് ഇങ്ങനെ പ്ലീസ് ഉമ്മ. ഞാൻ ആദ്യം പറഞ്ഞു അതിനെല്ലാം നല്ല ടൈമുമാണ് മോനെ. അന്നേരം അവർ പറഞ്ഞു ഇല്ല വലിയ ടൈമൊന്നും അത് ഉണ്ടാക്കിയിട്ട് വെക്കണ്ട, നമുക്ക് ആ ഒരു പിന്നെ ആ ഒരു കണ്ട ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇല കിട്ടിയിട്ടുണ്ട്, 4 ഇല കിട്ടിയിട്ടു. അപ്പം അത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിത് പിന്നെ ചൂടാക്കാം, വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ പിന്നെ ഇതേപോലെ പിന്നെ ഇലയിൽ വാട്ടിയിട്ടെല്ലാം കൊണ്ടുപോകലല്ല. അപ്പം ആ ഉച്ചക്ക് തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇല കിട്ടുന്നത്. അപ്പോൾ ഓരോരു സമയം ഞാൻ ഇലയിൽ കൊണ്ടുപോകലുണ്ടായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചോറ്റുപാത്രങ്ങളിലും അധികം ഇങ്ങനെ ചോറ്റുപാത്രങ്ങളിലെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ടുള്ളൂ. ആ ഇല ഉണ്ടാകുന്ന സമയം നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ ഉച്ചക്ക് ആ ടൈമിൽ പിന്നെ ചോറ് തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇല വാട്ടുമ്പോൾ എനിക്ക് അതെല്ലാം ഓർമ്മ ചെയ്യുന്നത്. പണ്ട് നമ്മൾ ഇങ്ങനെ ഗ്യാസ് വെച്ചിട്ടൊന്നല്ലല്ലോ ഇല വാട്ടുന്നത്. നമ്മളെ ഉമ്മമാർ ഇങ്ങനെ അടുപ്പിൽ 10 ഓടിൻ്റെ മീത്തേല വെച്ചിട്ടാണല്ലേ ഇല വാട്ടി തരലുണ്ടായാൽ. അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഇപ്പോൾ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഗ്യാസ് തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇലവാട്ടൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇലവാട്ട വേറൊരു രീതിയിൽ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ എല്ലാം ടേബിളിൻ്റെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇലയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പൊതിയാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. പിന്നെ ഹസ്ബൻഡ് തന്നെ ഒന്ന് പൊതിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ഹോസ്പിറ്റലിലെല്ലാം പൊതിച്ചോറ് കൊണ്ടു കൊടുക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ തരലുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ പൊതിയാൻ അറിയില്ല. അപ്പോൾ എന്തെല്ലോ രീതിയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കൽ. ആ ടൈമിലെല്ലാം ഡ്യൂട്ടിക്കെല്ലാം പോയിട്ടുണ്ടാവും ഹസ്ബൻഡ്. അപ്പോൾ പൊതിയാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം എൻ്റെ രീതിയിൽ അറിയുന്ന പോലെ ചിലവർക്ക് വാഴേൻ്റെ ഇല പൊട്ടിയിട്ടുണ്ടാവും, അങ്ങനെയെല്ലാം ആയിട്ട് എന്തെല്ലോ രീതിയിലാണ് കേട്ടോ പിന്നെ പൊതിഞ്ഞു കൊടുക്കൽ. അത് കിട്ടിയാൽ തുറക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇതാ നല്ല ചൂട് ചോറ് ഇലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 4 നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇല. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒന്നും തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് മക്കൾക്കെല്ലാം ഓരോരോ ഇലയിൽ തന്നെ കുറച്ചാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതാ കുറച്ച് പയറ് വറവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മോന് ഇതാദ്യമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ കഴിക്കുന്നതും ഇതാദ്യമായിട്ടായിരിക്കും. ഇങ്ങനെ ഇലയിലെല്ലാം പൊതിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്നതെല്ലാം ഇതാദ്യമായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ, ഇതെന്തെന്നാന്ന് സംഭവം, ഇതെന്തെന്നാന്ന് ഉണ്ടാക്കുന്നതെന്നെല്ലാം. അപ്പോൾ ഇതാ മുട്ട ഓംലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിൻ്റെ ഗ്രേവി മാത്രമേ ഇല്ലൂ കേട്ടോ, അങ്ങനെ കഷ്ണവും അങ്ങനെ ആയിട്ടൊന്നുമില്ല. അത് മതിയാവും. മീനും കൂടി ഇട്ട് കൊടുക്കുന്നതല്ല, മീനും ഉണ്ടാകുന്നതല്ല, അപ്പോൾ അത് മതിയാവും. അപ്പോൾ ഇതാ പിന്നെ യൂട്യൂബിൽ നമ്മൾ ആ പൊതിച്ചോറിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ കറി ഏതാണെന്ന് നമുക്ക് അത്ര പിടികിട്ടിയിട്ടാ. പിന്നെ അപ്പോൾ അതെല്ലാം മീനെല്ലാം പൊരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ആ പൊതിയുന്നതും അതെല്ലാം ഇങ്ങനെ ഒരു നല്ലൊരു രസമാണല്ലോ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഇലയും കൂടെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ചോറെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിയും ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ രണ്ടാമത്തെയും കൂടെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ചെറിയ കുഞ്ഞ് ഇലയില എൻ്റെ മോന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്, ചെറിയ മോന്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമുണ്ടായിന് കേട്ടോ. കുറച്ച് ചോറെല്ലാം ഇട്ടിട്ട് പിന്നെ എല്ലാം കുറച്ചായിട്ട് ഇട്ടിട്ട് അത് പൊതിഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു കാണാനൊരു നല്ലൊരു ഭംഗിയുണ്ടായിന്. അപ്പോൾ ഇതാ കുറച്ച് വറവിട്ട് കൊടുക്കുന്നുണ്ട്. അധികം അച്ചാറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അത് കാന്താരി മുളകിൻ്റെ അച്ചാറാണ്. അപ്പോൾ ഇതാ ഒരു കഷ്ണം മുട്ടയിട്ട് കൊടുക്കുന്നുണ്ട്. കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഓനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എൻ്റെതാണെന്നെല്ലാം പറഞ്ഞിട്ട് ചെറുത് കണ്ടുകൊണ്ട് ഓനോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു നമ്മ, ഇത് നിൻ്റെതാന്ന്, ഇത് ഇതിൻ്റെ ചെറിയ ഇലയല്ലേ, അപ്പോൾ ഇത് നിൽക്കാന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടായിന്. അപ്പോൾ ഇതാ നാലാമത്തതും കൂടി നമ്മ ഇതേപോലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാണോ കേട്ടോ. അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറൊന്നും നിന്നിട്ടാ. അപ്പോഴേക്കും നമുക്ക് തന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇങ്ങനെ ഒരു ധൃതി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ പൊതിച്ചോറ് ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വാഴൻ്റെ ഇലേൻ്റെ മണമൊക്കെ വന്നിന് നല്ലൊരു മണമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വാഴൻ്റെ മണം. ഇങ്ങനെ ആ വാഴൻ്റെ വാട്ടിയ മണത്തിൽ ആ ചോറുണ്ടാകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവരെന്നെ പൊതിഞ്ഞത് അയച്ചോളും എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കണ്ട പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ആ പൊതിഞ്ഞത് അയക്കാനും അതെല്ലാം ഒരു ത്രില്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ചെറിയ മോനും എല്ലാം അങ്ങനെ പൊതിഞ്ഞതെല്ലാം അയക്കുന്നുണ്ട് കേട്ടോ. അവരത് നോക്കിയിട്ട് അതേപോലെ ഇങ്ങനെ അയച്ചെടുക്കുന്നുണ്ട്. ഇതെന്താന്ന് സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടാടാ. അപ്പോൾ ഇതാ ഞാനിവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് വറവെല്ലാം ഇട്ട് മീനും കുറച്ച് മുട്ട പ്ലേറ്റെല്ലാം ഇട്ടിട്ട് ഇതേപോലെ കുഴച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ഇലൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് പുറത്ത് നല്ല മഴയും ഉണ്ടായിന് കേട്ടോ. അപ്പം നല്ലൊരു രസം ഉണ്ടായിന് ഇത് കഴിക്കാൻ, നല്ലൊരു ഫീലുണ്ടായിന് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കഴിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.